ആര്യൻ പറയുന്നുണ്ടായി നമ്മുടെ ഓഡിയൻസ് ഒരു 40+ ആണെങ്കിൽ മേ ബി ജയിക്കുന്നത് അനുവായിരിക്കും. അതെന്താണ് അങ്ങനെ ഒരു ഏജ് ബേസിൽ പറയാനുള്ള റീസൺ? അയ്യോ, അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഞാൻ ഒരു ധാരണ വെച്ചിട്ട് ഞാൻ ഈ വീട്ടിൽ 23 വയസ്സുള്ള പയ്യനായിട്ടാണ് പോയപ്പോൾ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ 30-40 വയസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഈ വീട്ടില്. അപ്പൊ അവര് പറയും, എടാ നിനക്ക് ഈ പറഞ്ഞ പോലെ ജനങ്ങൾ നിന്നെ അഗേൻസ്റ്റ് ആയിരിക്കും, നോക്കിക്കോ ആര്യ, നീ ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുൾ ടുവേർഡ്സ് ഈ പറഞ്ഞ പോലെ സീനിയേഴ്സും ചേട്ടന്മാരൊക്കെയാണ്. പക്ഷെ ഈ ചേട്ടന്മാരെയാണ് എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഈ ആരെ കേൾക്കേണ്ടത് ഈ കാര്യത്തിൽ? ഇവർ തന്നെ പറയുന്നത് നീ റെസ്പെക്ട് ചെയ്യണല്ലോ നമ്മളെ, പക്ഷെ ഈ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തികൾ തന്നെ എന്നെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചോണ്ടിരിക്കുക. നീ നിന്റെ വീട്ടിൽ പോയി പറയടാ, നീ ആരാ? പിന്നെ ഈ ചില തെരകളൊക്കെ അവർ മാറ്റി വെച്ചിട്ടുണ്ട്, അതൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട് വീട്ടുകാരെ. അപ്പൊ അവിടെ ഞാൻ ചേട്ടാ അങ്ങനെ വിളിക്കരുത് എന്നെ ചേട്ടാ പ്ലീസ്, തെറി വിളിക്കുന്ന വരാൻ പറ്റുമോ? തിരിച്ച് തെറി വിളിച്ചിട്ടുണ്ടോ? ഞാൻ 2-3 സമയത്തൊക്കെ ഞാൻ അറിയാണ്ടെന്ന് വാങ്ങി വന്ന തെറികളൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞെങ്കിൽ കാര്യമില്ല, അത് കട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ 1-2 ഞാൻ തെറികൾ വിളിച്ചിട്ടുണ്ട്. അതെ, എനിക്ക് അതിന് മീനിങ് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലെങ്കിൽ ഞാൻ 2-3 തെറികൾ ഞാൻ അറിയാണ്ടെന്ന് വാങ്ങി വന്നത് കേട്ട് പഠിച്ചതാണോ? ഡെഫിനറ്റ്ലി കുറച്ചൊക്കെ അങ്ങനെയാണ്. കുറച്ചൊക്കെ ഞാൻ ക്രിക്കറ്റ് കളിച്ച സമയത്തൊക്കെ പഠിച്ച തെറികളൊക്കെയാണ്. അപ്പോൾ വിളിച്ചിട്ടുണ്ട് കുറച്ച് തെറികളൊക്കെ. ഞാനിങ്ങനെ ഇവർ റെസ്പെക്ട് ചെയ്യില്ലെങ്കിൽ ഞാൻ ഇതിനെ റെസ്പെക്ട് ചെയ്യേണ്ട വിചാരിച്ചിട്ട് അത് പറഞ്ഞു. ഈ 30 to 40 years പ്ലസ് ഞാൻ അങ്ങനെ ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞില്ല. ഒരു ധാരണ അല്ലെങ്കിൽ തോന്നുന്നു ഈ പറഞ്ഞ പോലെ നിനക്ക് കുടുംബ പ്രേക്ഷകർ നിന്റെ അഗേൻസ്റ്റ് ആയിരിക്കും എന്നൊക്കെ ഈ അനുമോൾ എന്റെ മൈൻഡിൽ ഇട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എല്ലാവരും എന്റെ മൈൻഡിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞ കുടുംബ പ്രേക്ഷകർക്ക് അപ്പൊ ശരിക്കും എന്നെ ഇഷ്ടപ്പെടില്ല അല്ലേ, അവർക്ക് കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ മെച്ചോർ റെസ്പെക്ട്ഫുൾ ആൾക്കാരായിരിക്കും ഇഷ്ടം. ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി അനുമോൾ ഇല്ലെങ്കിൽ ഷാനവാസ് അവരൊക്കെ സപ്പോർട്ട് ചെയ്യായിരിക്കും, അത്രേ ഉള്ളൂ. അവർ നല്ല ഗെയിമേഴ്സ് ആണ്, അവർ രീതിക്ക് അവരെ സപ്പോർട്ട് ചെയ്യും. ഏറ്റവും കൂടുതൽ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്നത്, ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നത് ആരായിരിക്കും? ബാഡ് വേർഡ്സ് അങ്ങനെ ഒരാളായിട്ട് മാത്രം ഒതുക്കിയിട്ടില്ല ഈ സീസൺ. എല്ലാവരുടെ കയ്യിൽ അവരുടെ സ്ലാങ്ങിലും സ്റ്റൈലിലും തെറികൾ വന്നിട്ടുണ്ട്. ചില ആൾക്കാർ ഗേൾസ് ഒന്നും അങ്ങനെ അവരധികം വിളിക്കുന്നത് നമ്മൾ കണ്ടില്ല. അതായത് ഇപ്പൊ ഉള്ള ഗേൾസിന്റെ അനുമോളാണെങ്കിലും പക്ഷെ ഇവര് വിളിച്ച് പല വാക്കുകൾ ഭയങ്കര ബാഡ് വാക്കുകളൊക്കെ ഉണ്ട്. ഈ മൊണ്ണന്മാരൊക്കെ പറഞ്ഞാൽ ഡീസെന്റ് വാക്കൊന്നും അല്ല. ഈ ആണുങ്ങളും മൊണ്ണന്മാരാ, സൈഡ് വള്ളിയാണ്, ഇങ്ങനെ പോലത്തെ കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ തന്നെ കുറച്ച് ബാഡാണ്. അപ്പോ തെരി എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞ ഒരു ഇവര് കൂടുതലും മറ്റേ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലേ? കുറച്ചൊക്കെ ഗേൾസ്, ഞാൻ കള്ളം പറയില്ല, എനിക്ക് തോന്നിയ കാര്യമാണ്. കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ബാഡ് ഡേർട്ടി ഗെയിം എവിടെയോ കളിച്ചിട്ടുണ്ട്. തൊടാതിരിക്കുക, തൊടല്ലേ, നേവൽ നോക്കിയിരുന്ന് അങ്ങനെയൊക്കെ ലാസ്റ്റ് എപ്പിസോഡിൽ അതിൽ 100 എന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എടി നിന്റെ വയറ് നോക്കി അവൻ കാണിച്ചു, അതെന്താ പുറത്ത് കാണിക്കാതെ? അതെന്താന്ന് ഞാൻ ബിഗ് ബോസിനോട് എപ്പോഴും ചോദിക്കുന്നു. ബിഗ് ബോസ് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ആദില 100 നമ്മൾ ഡിസ്കഷൻ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ഞാൻ ക്ലിപ്പ് കണ്ടു. എടി ആര്യന്റെ ഇവന്റെ ഇവളുടെ അവർ തമ്മിൽ ഫൈറ്റ് ആയി, ആദില 100 തമ്മിൽ. ഈ ആര്യൻ ചെയ്തപ്പോ നീ എൻജോയ് ചെയ്തല്ലോ, നീ എന്താ വേണ്ടെന്ന് പറയാത്ത 100. അപ്പൊ അങ്ങനെ ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോ അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ആദില പറഞ്ഞത് 100 അങ്ങനെ നോക്കി നീ എന്തിനാ ആര്യൻ നിന്നെ വയർ നോക്കി ചെയ്തപ്പോ നീ എന്താ? പക്ഷെ എൻ്റെ മൈൻഡിൽ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ ആ ഗെയിം കളിക്കുമ്പോൾ ആ കൈയുടെ 100 പിന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് കാണിച്ചിരിക്കുന്നത് ഞാൻ അവളുടെ വയർ നോക്കി ചെയ്തു നോക്കി. അപ്പൊ എനിക്കത് കുറച്ച് ഡേർട്ടി ഗെയിമായിട്ട് തോന്നി. അവിടെ എനിക്ക് കുറച്ച് ബാഡ് അടിച്ചു. പക്ഷെ അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഞാൻ ഹൂ വിൽ ഡു ഇറ്റ്. ഏതെങ്കിലും ഷോയിൽ പോയിട്ട് ഞാൻ ഒരു പെൺകുട്ടിയുടെ വയർ നോക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുമോ? അതൊക്കെ എന്ത് പ്രാക്ടിക്കൽ സാധനങ്ങൾ. എന്തെങ്കിലും നമ്മുടെ അഗേൻസ്റ്റ് അതെ, നമ്മുടെ അഗേൻസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ഉണ്ടാക്കുക. ലൈക്ക് ഇറ്റ് ഷുഡ് ബി ബിലീവബിൾ. ഇതൊക്കെ ഭയങ്കര മണ്ടത്തരായി പോയി എനിക്ക് തോന്നി. ഇതുപോലെ വേറെ ആര്യൻ അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇത്തിരി സൂക്കേടുള്ളതാണെന്ന് ഒരു സ്റ്റേറ്റ്മെന്റും വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പെണ്ണുങ്ങളെ ആണുങ്ങളെ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് കണ്ടിട്ടില്ല. സീരിയസ്ലി ഐ എം നോട്ട് ഈവൻ ജോക്കിംഗ് ടു യു. ഐ ഹാവ് കം ഓഫ് ഞാൻ ഈ വാട്ട് ബാക്ക്ഗ്രൗണ്ട് ഐ ഹാവ് ബീൻ റേസ്ഡ് ഫ്രോം. നോ, പെണ്ണുങ്ങളൊക്കെ ഭയങ്കര നമുക്കൊരു ഭയങ്കര കംഫർട്ട് സ്പേസ് ആണ്. അവർക്ക് നമുക്ക് ദേ ആർ കംഫർട്ടബിൾ വിത്ത് മീ. ഐ ഹാവ് ഹാഡ് സോ മെനി ഫ്രണ്ട്സ് ഹു ആർ വിമൻ ഹു ആർ വെരി നൈസ് ടു മീ. പിന്നെ ഈ പറഞ്ഞ പോലെ മൈ മോം ഇസ് നോട്ട് ടോട്ട് മീ ലൈക്ക് പെണ്ണുങ്ങളെന്ന് ഒരു ഫീറ്റ് ഡിസ്റ്റൻസ് ആയിട്ട് നിൽക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് വേണമെങ്കിൽ നല്ലോണം ഹഗ് ചെയ്യാം ഇഫ് യു ലൈക്ക് ദം. ഇഫ് യു ഡോണ്ട് വാണ്ട് ഡോണ്ട് ടോക്ക് ടു ദം. നിങ്ങളുടെ ഇഷ്ടം വെച്ചിട്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഞാനിപ്പോൾ ഈ അക്ബറിനെ കെട്ടിപിടിക്കുമ്പോൾ അക്ബർ സൂപ്പർ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആദിലേനും കെട്ടിപിടിച്ചിട്ടുണ്ട്, 100 കെട്ടിപിടിച്ചിട്ടുണ്ട്. എല്ലാവരും ഐ ബീൻ വെരി ഈക്വൽ ടു എവറി വൺ. പക്ഷേ എനിക്ക് സുഖേട് കൂടുതലെന്ന് പറഞ്ഞാൽ എനിക്ക് കോമഡി ചെയ്യുമ്പോൾ അനുമോളും അതിലേക്ക് വരുമ്പോൾ അപ്പോൾ അവരായിട്ട് ഞാൻ ഭയങ്കര റാപ്പുമാണ് ഈ കാര്യത്തിലൊക്കെ. അപ്പോൾ അത് കണ്ടിട്ടായിരിക്കും ഈ പറഞ്ഞ സുഖേട് കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞത്. ആര്യൻ ഈ ഒരു ടോപ്പിക്ക് പറയുമ്പോൾ നമ്മൾ മസ്റ്റ് ആയിട്ടും ചോദിക്കേണ്ട ഒരു സംഭവമുണ്ട്. ആര്യൻ ഹൗസിൽ നിന്ന സമയത്ത് തന്നെ ഈ ഒരു ലാസ്റ്റ് വീക്ക് അതുവരെ ഇല്ലാത്ത പോലെ പുറത്തുനിന്ന് ഒരു അലിഗേഷൻ വന്നു. ആര്യൻ അത് അറിഞ്ഞിരുന്നോ? ഇല്ല, എന്തിനു കാര്യം?
ഒരു പേജിനകത്ത് ഒരു സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നു. ആര്യൻ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചതും ഫ്രീ ആണെങ്കിൽ വാ. ഞാൻ കുറെ ഈ പറഞ്ഞ പോലെ എന്റെ ലൈഫിൽ ഞാൻ ഇപ്പൊ ഫെയിം കിട്ടുന്ന ഒരു തുടക്കമാണ്. ഞാൻ ഇപ്പോഴാണ് കുറച്ച് ആൾക്കാരെ ഇങ്ങനെ പീപ്പിൾ ഹു ലൈക്ക് മീ, ഹു ലവ് മീ. അതിന് കൂടെ ഈ പറഞ്ഞ പോലെ സൈബർ ബുള്ളിങ്ങിന് ഒരു സെക്ഷൻ ഉണ്ട്. 80% ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 20% സൈബർ ബുള്ളിങ്ങിൽ ഞാൻ പെട്ട് നെഗറ്റീവ് PR എൻ്റെ അഗേൻസ്റ്റ് വന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അത് നീ കാണുന്നത് AI വീഡിയോസ് ഞാനിങ്ങനെ തിരിഞ്ഞ് നെവിനൊക്കെ ഇങ്ങനെ മേക്ക് ഔട്ട് ചെയ്യണത് ഈ ഷോയുടെ അകത്തെ നെക്സ്റ്റ് AI ഇമേജ് ജിസൈലിനെ പിടിച്ചിട്ടിങ്ങനെ എന്നൊക്കെ. ഞാൻ എൻ്റെ ലൈഫിൽ ഞാനിത് അയ്യോ ഇതെന്ത് ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ എന്നെ ഇങ്ങനെ ബാക്ക് കാണിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. സീരിയസ്ലി സോ ഡിസ്ഗസ്റ്റിംഗ് ആൻഡ് സോ കോമഡിനോ ബാക്ക് കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ മറ്റേ ഞാനും പിന്നെ ഒരു വേറെ ആക്ട്രസും കൂടി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ എവിടെ നിന്നാണ് ഉണ്ടാക്കണം നിങ്ങൾ വേറെ ലെവൽ സാധനങ്ങളൊക്കെ. ഞാൻ തന്നെ ചിരിച്ചു പോകും നോക്കിയിട്ട് ഇങ്ങനെ ഇപ്പോൾ സാധനങ്ങൾ. പിന്നെ ഈ ചാറ്റ് ഞാൻ ആൾക്കാരോട് ഐ ബീൻ ടെക്സ്റ്റിംഗ് ഐ ടെക്സ്റ്റഡ് കപ്പിൾ ഓഫ് പീപ്പിൾ ബിഫോർ കമ്മിങ് ഹിയർ. സോ ഹൗ ഇസ് ദാറ്റ് എഫക്റ്റിംഗ് മൈ ലൈഫ് നൗ? എന്തെങ്കിലും പ്രശ്നം എനിക്ക് തോന്നുന്നു അത്ര എനിക്ക് 100% ഉറപ്പുണ്ട് ഒരു പെൺകുട്ടീനെ ഞാൻ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടില്ല. ഫ്രീ ആണെങ്കിൽ നോർമൽ വിത്ത് ഗേൾസ് യു കൻ ടെൽ മീ വെൻ യു ഫ്രീ ലെറ്റ് മീ നോ വിൽ ഓൾ ക്യാച്ച് അപ്പ്. ഫ്രണ്ട്സിനോട് പറയാറില്ല ഇതൊക്കെ. അപ്പൊ അങ്ങനെ പോലത്തെ സാധനം ആര്യൻ പെൺപിടിയാണ് കോഴിയാണ് എനിക്കത് ആ ടേം യൂസ് ചെയ്ത് എനിക്കത് അതിനകത്ത് അധികം ഒന്നും ഞാൻ എഫക്റ്റ് ഒന്നും ആയിട്ടില്ല. ഞാൻ AI ഇമേജസും എൻ്റെ ന്യൂഡ്സും ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഇങ്ങനെ ഞാൻ ബിഗ് ബോസ് ഇരിക്കുന്ന ഇങ്ങനെ ഒരു ഇതുണ്ട് ഒരു വീഡിയോ ആര്യൻ്റെ തൊട റേറ്റ് 1 2 3 എന്നൊക്കെ ഗെസ് ഫ്രോം 1 to 6 ഏതാണ് ബെസ്റ്റ് തൊട ഓഫ് ബിഗ് ബോസ് എന്നൊക്കെ എന്നിട്ട് എൻ്റെ ഇവിടുന്ന് ഇവർ മറ്റേ AI യൂസ് ചെയ്ത് ഇവിടുന്ന് ബിഗ് ബോസ് നേക്കായിട്ട് ഇരിക്കുന്ന വീഡിയോസും ഞാൻ ഇമ്മാതിരി ടോയ്ലറ്റിൽ പോയിട്ട് എന്തൊക്കെയോ കാട്ടുന്ന വീഡിയോ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ലോയർ വഴി ഞാൻ ഈ സൈബർ ബുള്ളിങ്ങിന് അഗേൻസ്റ്റ് കേസും ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എനിക്കിത് കണ്ട കുഴപ്പമില്ല, ഞാൻ ചിരിച്ചോണ്ടിരിക്കും ഓ ഇത് ഞാനല്ല എന്നൊക്കെ. പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് എഫക്റ്റ് ആവുന്നുണ്ട്. എൻ്റെ ഫാമിലിയൊക്കെ ഫാമിലിക്ക് കുറച്ച് നെഗ് അടിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഇത് ഭയങ്കര കോമഡി ആയാലും ഇത് നീ സൈബർ ബുള്ളിങ്ങിൽ റിപ്പോർട്ട് ചെയ്യണം, നീ ഇത് തമാശക്ക് എടുക്കരുത്. ഒരെണ്ണം വന്നാൽ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാർ ഇനി 1000 100 300 കുറെ ഈ പറഞ്ഞ പോലെ മോഫ്റ്റ് ഇമേജസ് AI ഇമേജസ് തെറ്റ് സാധനങ്ങൾ ക്രോപ്പ് ചെയ്തിട്ട് ചാറ്റ്സ് പലതും ലീക്ക് ആയിക്കൊണ്ടിരിക്കും. ഇതിന് ബെറ്റർ എന്താ ഗിവ് എ സ്റ്റോപ്പ് ടു ഇറ്റ്. ആൾക്കാർ കംപ്ലൈന്റ് ചെയ്യുക, സൈബർ ബുള്ളിങ്ങിന് അഗേൻസ്റ്റ് കംപ്ലൈന്റ് ചെയ്യുക ആൻഡ് ജസ്റ്റ് ബി ഓവർ വിത്ത് ഇറ്റ്. ട്രൈ ടു സ്പ്രെഡ് മോർ പോസിറ്റീവ് ഇൻസൈഡ് ദ സോഷ്യൽ മീഡിയ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ കംപ്ലൈന്റ് ചെയ്തു ഈ കാര്യത്തിലൊക്കെ. ഞാനും ഐ തിങ്ക് ഈ കാര്യം എനിക്ക് അറിഞ്ഞത് ഡേ ബിഫോർ തന്നെ ലാൻഡ് ചെയ്ത ദിവസം അന്ന് തന്നെ അറിഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതുവരെ ഇല്ലാത്തൊരു സംഭവം ഹൗസിൽ കയറി ഫസ്റ്റ് ഡേ മുതലേ ഒന്നുമില്ല. ഈ ഫിനാലെ വീക്സിനോട് അടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം അത് വന്നതും വെറുതെ ആ ഒരു ചാറ്റ് വന്നിരുന്നെങ്കിൽ മേ ബി ഇത്രയും ശ്രദ്ധിക്കില്ലായിരുന്നു. ഓൾറെഡി നമ്മുടെ മലയാളത്തിൽ ഒരു ആക്ടറിനെതിരായിട്ട് ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കുറച്ച് സെക്ഷുവലി ഉള്ള ഒരു വോയിസ് നോട്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആണ് ഈ ഒരു സ്ക്രീൻഷോട്ടും ഈ സെയിം പേഴ്സന്റെ ഇതിൽ വന്നത്. അപ്പൊ ആ ഒരു കാറ്റഗറിയിലാണ് ഈ ഒരു സ്ക്രീൻഷോട്ടും വന്നത്. അപ്പം ഡയറക്റ്റ് ആര്യന്റെ ചാറ്റും ലീക്കായി ആ ഒരു രീതിയിലാണ് ഓൾറെഡി അറിഞ്ഞു കാണുമല്ലോ. എനിക്കറിയാം, ഞാൻ ഈ കാര്യത്തിൽ പക്ക അപ്ഡേറ്റഡ് ആണ്. എന്റെ ഫ്രണ്ട്സ് ഫസ്റ്റ് പറയുന്നത് ഈ കുടിഷ്ട ബാഡൊക്കെയാണ്. അപ്പൊ ഞാനിത് കേട്ടപ്പോൾ തന്നെ പോടാ എന്ന് കാണിച്ചെന്ന് പറയുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ നോക്കി ഞാൻ പറഞ്ഞു വിത്ത് ഫെയിം കംസ് എ പ്രോബ്ലം ആൻഡ് ദിസ് ഇസ് ദാറ്റ് പ്രോബ്ലം. നമ്മൾ കുറച്ച് ആൾക്കാരെ നമ്മൾ ലൈക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് 5 6 50-60 ഡേയ്സ് ഇതൊന്നും വന്നിട്ടില്ല. ഞാൻ ബിക്കമിങ് എ വിന്നർ. വീക്ക്ലി ടാസ്ക് 3 അടുപ്പിച്ച് ജയിച്ചു, ക്യാപ്റ്റനായി, ഇങ്ങനെയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഗെയിം അടിപൊളിയായി വരാൻ തുടങ്ങിയപ്പോഴാണ് ഈ പറഞ്ഞ പോലെ സൈബർ ബുള്ളിങ് എൻ്റെ അഗേൻസ്റ്റ് വരാൻ തുടങ്ങിയത്. ബിക്കോസ് ഈ നെഗറ്റീവ് PR ചെയ്യേണ്ട എൻ്റെ അഗേൻസ്റ്റ്, എന്നെ ബാഡായി കാണിക്കണ്ടേ. ഇത്ര നല്ല ഇമേജിൽ ഒരാൾക്ക് ബിഗ് ബോസ് ജയിക്കാൻ പറ്റൂ? അപ്പൊ ഈ എടുത്ത പ്രിവെൻഷൻസ് ആണ് ഇവര് ബാഡ് എൻ്റെ അഗേൻസ്റ്റ് ജനങ്ങൾക്ക് എങ്ങനെ തിരിപ്പിക്കാൻ പറ്റുന്ന എല്ലാ AI വീഡിയോസ്, ദീസ് ചാറ്റ്സ്. ഈ പറഞ്ഞ പോലെ ഞാൻ ആ ചാറ്റിൽ അല്ലല്ല ഈ ചാറ്റിൽ എന്താ ഞാൻ സംതിങ് ബാഡ് ടുവേർഡ്സ് ഇല്ല, ബാഡ് ഒന്നുമില്ല. അബൌട്ട് ദ ബോഡി ഓർ ബേബി ഓർ മൈ ലവ് ലെറ്റ്സ് ഗോ ടു അങ്ങനെ ഞാൻ പറഞ്ഞത് എന്താ if you guys are free let me know, you guys come after there and it will take time. And I said I'm an actor so I don't want to just simply text everyone. My friends are here, if you guys want to come for a party you guys can come, it's up to you. Simple. We are in a function, we know you guys are leaving for one function. നിങ്ങൾ താല്പര്യം നിങ്ങൾ ഈ ഫംഗ്ഷൻ ജോയിൻ ചെയ്യും. ഓക്കേ, ഒരു പാർട്ടിയാണ് നമ്മുടെ വീട്ടിൽ. Yeah, so I don't want to look like one baby where are you so much സാധനം ഇട്ടിട്ടൊന്നുമില്ല. ഇത് ഇത്ര ഹൈപ്പിൽ ആൾക്കാർ പോസ്റ്റ് ചെയ്ത് ആര്യൻ ഭയങ്കര മോശമാണെന്നൊക്കെ. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ മോശമാണെങ്കിൽ അങ്ങനെ എല്ലാ ആണുങ്ങളും ഈ ലോകത്ത് മോശമാണ്. ഇപ്പൊ നിങ്ങളൊരു പെൺകുട്ടിയാണ് ആണല്ലോ, നിങ്ങൾക്കൊരു ഫംഗ്ഷൻ വിളിക്കണമെങ്കിൽ ആൺകുട്ടി എങ്ങനെ വിളിക്കും?
ഇഫ് യു ഗൈസ് ആർ ഫ്രീ ഫ്രീ കം ജോയിൻ ജോയിൻ. അതൊക്കെ നിങ്ങൾക്ക് തെറ്റായി തോന്നിയിട്ടുണ്ടോ? ഇല്ല, ബട്ട് ഇത് ലീക്ക് ചെയ്തതും എല്ലാം ഈ ഒരു PR-ന്റെ കളി തന്നെ ആയിരിക്കും. നോട്ട് ഈവൻ എ ഡൗട്ട്, നോട്ട് ഈവൻ എ ഡൗട്ട്. ഇല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് അത്ര ഒഫൻസ് ആയിട്ടുണ്ടെങ്കിൽ, എനിക്ക് ആരെന്നറിയില്ല, പെൺകുട്ടിക്ക് അത്ര ഒഫൻഡ് ആയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി തന്നെ അവളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ചെയ്യില്ലേ? ഐ എം ഫീലിംഗ് സോ ഹേർട്ട്, വൺ ഗൈ കോൾ മീ ഫോർ ഫംഗ്ഷൻ. എന്ത് പറയുള്ളൂ, മേ ബി ഫസ്റ്റ് വീക്ക് അതിന് വിടായിരുന്നു. എക്സാക്ട്ലി. ആ സമയത്ത് അവൾക്ക് ഒഫൻഡ് ആയിട്ടില്ല. ഈ പറഞ്ഞ പോലെ എത്രയോ വീക്ക് ഞാൻ ഫേമസ് ആയി, ബിഗ് ബോസ് ആൾക്കാർ എന്നെ അറിയാൻ തുടങ്ങിയപ്പോഴാണ് ഈ സാധനങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. ഈ AI വീഡിയോസ്, ഞാനും നെവിനും കിസ് ചെയ്യണത്, ഞാനും ജിസയിലും കിസ് ചെയ്യണത്, ഞാനും അക്ബറൊക്കെ ഉമ്മച്ചോണ്ടിരിക്കുക ആ ഷോയുടെ അകത്ത് AI വീഡിയോസിൽ. എന്തൊക്കെ ഒരു കോമഡിയാണ് ഇതൊക്കെ. ഞാൻ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എവിടെയോ അകത്ത് എനിക്ക് ഫീൽ ആവുന്നുണ്ട്, എടാ ഭയങ്കര ബാഡാണ്. പക്ഷെ എന്തൊക്കെയാണ് ഇവരെന്തിങ്ങനെയൊക്കെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ ലൈഫിൽ, ഹൗ പീപ്പിൾ കെൻ ഗോ അഗെയിൻസ്റ്റ് യു.